ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എന്നെ ഏറ്റവും അമ്പരപ്പിച്ച മറ്റൊരു ഭാഗം സഹസ്രനാമമാണ്. ഞങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു ദൈവമേ ഉള്ളൂ. യഹൂദന്മാർക്ക് യാവ എന്നൊരു ദൈവം, ക്രിസ്ത്യാനിക്ക് ക്രിസ്തു എന്നൊരു ദൈവം, മുസ്ലിങ്ങൾക്ക് അള്ളാഹു എന്നൊരു ദൈവം. പക്ഷേ ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. ഹിന്ദുക്കൾക്ക് പരമശിവനെ എടുത്താൽ പരമശിവന് 1000 പേരാണ്. ശിവ സഹസ്ര നാമസ്തോത്രം. പിന്നീട് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷൻ്റെ വായിൽ നിന്നാണ് ശിവസഹസ്രനാമ സ്തോത്രം വരുന്നത്. ത്രീസാംഗ്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാലുണ്ടല്ലോ, ഒറ്റ പോക്കാണ്, 1000 പേരാണ്. ഇനി ഒരു വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്നാലോ, ഭഗവാന്റെ പേര് വെച്ചാലോ, വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഭീഷ്മരുടെ വായിൽ നിന്നാണ് വരുന്നത്. ഭീഷ്മർ ഉത്തരായന കാലത്തെ മരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദക്ഷിണായന കാലത്ത് ദുര്യോധന യുദ്ധം നടത്തി. കാര്യം സേനാനായകൻ വീഴാൻ പറ്റിയില്ലെങ്കിൽ യുദ്ധം തോക്കാൻ പറ്റിയല്ലോ. പക്ഷെ ഭഗവാൻ അതിബുദ്ധിമാനായതുകൊണ്ട് ഭീഷ്മരെ താഴെ വീഴിച്ചിട്ട്, സരസ്വതി വീഴിച്ചിട്ട് യുദ്ധം ജയിച്ചു. അപ്പോൾ ഭീഷ്മർ മരിക്കാൻ വേണ്ടി ഉത്തരായന കാലം കാത്ത് കിടക്കുകയാണ്. എപ്പോഴാണ് ഉത്തരായന കാലം തുടങ്ങുന്നത്? തെക്കോട്ട് പോയ സൂര്യൻ തെക്കേ അറ്റത്ത് പോയിട്ട് വടക്കോട്ട് വെച്ച് പിടിക്കും. അതാണ് മകരസംക്രാന്തി, ശബരിമലയിലെ മകരസംക്രാന്തി. അന്നാണ് ഉത്തരായന കാലം തുടങ്ങുന്നത്. അത് ഇന്ത്യയിലെ 22ഓളം ഉത്സവങ്ങളുടെ ഭാഗമാണ്. നമ്മൾ മകരസംക്രാന്തി എന്ന് വിളിക്കും, ഉത്തരേന്ത്യയിൽ പല പല പേരിലാണ് വിളിക്കുന്നത്. ആ മകരസംക്രാന്തി രാവിലെ ഉത്തരായണം തുടങ്ങുമ്പം ഭീഷ്മർ വിളിക്കുന്ന ഭഗവാൻ അറിയാം. ഭഗവാൻ നേരെ നടന്ന് സരസ്വതിയിൽ ചെന്നു. ഭഗവാനെ കണ്ട ഉടനെ ഭീഷ്മർ തുടങ്ങി, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞ വിഷ്ണു ഭഗവാന്റെ 1000 പേർ ഒറ്റ വരവാണ്. അതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇനി ഒരു ദേവീക്ഷേത്രത്തിൽ ചെന്ന് ഭഗവതിയെ എന്താ പേരെന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്തോത്രം. ഭഗവതിയുടെ 1000 പേരാണ് വരുന്നത്. ഈ ഭഗവതിയുടെ 1000 പേര് പറയുന്ന ലളിത സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഭഗവതിയുടെ 1000 പേര് വരുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമം, ഗണപതി ഭഗവാന് ഗണപതി സഹസ്രനാമം, ഹനുമാന് ഹനുമാൻ സഹസ്രനാമം, അയ്യപ്പന് അയ്യപ്പ സഹസ്രനാമം. ഹിന്ദുക്കൾക്ക് 10 ദൈവസങ്കല്പങ്ങൾക്ക് സഹസ്രനാമമുണ്ട്. ലോകത്തിൽ ഒരൊറ്റ മതത്തിനും ഈശ്വരന് ഒന്നിൽ കൂടുതൽ ശബ്ദമില്ല. ഹിന്ദുക്കൾക്ക് ഒരേ ഈശ്വര സങ്കല്പത്തിന് 1000 പേര് വരുന്ന സഹസ്രനാമമാണ്. സഹസ്രനാമം 1000 രൂപത്തിലൊരു ഭഗവാനെ കാണാൻ അവർക്ക് പറ്റും. ബാക്കിയുള്ള മതങ്ങളിലൊക്കെ ഈശ്വരൻ പുരുഷനാണ്. ഞങ്ങളുടെയൊക്കെ ഈശ്വരൻ പുരുഷനാണ്. ഹിന്ദുമതം എന്ത് ചെയ്തു? പുരുഷ ദൈവമുണ്ട്, സ്ത്രീ ദൈവമുണ്ട്, കുഞ്ഞു ദൈവമുണ്ട്. കുഞ്ഞു ദൈവം ഉണ്ണികൃഷ്ണൻ, ശരത് കുമാരൻ കൊച്ചു കുട്ടിയായിട്ട് ജനിക്കുകയാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ വിരാട് പുരുഷൻ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഈശ്വരനെ പുരുഷനായിട്ട് കാണാം. പുരുഷലിംഗം മാത്രം വിശ്വസിക്കുന്ന മറ്റു മതങ്ങളിൽ വ്യത്യസ്തമായി സ്ത്രീലിംഗം വന്നു. കുട്ടികൾ ദൈവസങ്കല്പങ്ങളായി മാറി. ഇതൊരു യൂണിവേഴ്സൽ റെവല്യൂഷനാണ് ഹിന്ദുമതം ഉണ്ടാക്കിയത്. എൻ്റെ കയ്യിൽ ഈ 10 സഹസ്രനാമമുണ്ട്. അപ്പോൾ ഓരോ ഈശ്വരനാമം എടുത്തിട്ട് ദിവസം ഒരു 10 എണ്ണം എടുത്തിട്ട് അതിൻ്റെ വ്യാകരണം ഹിന്ദുമത എൻസൈക്ലോപീഡിയയും പുരാണിക് എൻസൈക്ലോപീഡിയൻ്റെ അർത്ഥം നോക്കണം. ഓരോ ഈശ്വര സങ്കല്പത്തിന് അത്ഭുതം മനസ്സിലാവും. അപ്പോൾ ഹിന്ദുക്കൾ ഈ 1000 സഹസ്രനാമം വെച്ച് പ്രാർത്ഥിച്ചാൽ എന്താ അതിൻ്റെ ഗുണം? അതിൻ്റെ ഗുണം ശാസ്ത്രം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സഹസ്രനാമങ്ങൾ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി സംസ്കൃതത്തിൻ്റെ സാഹിത്യം ഗംഭീരമായിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ് വേദവ്യാസം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യം സംസ്കൃത സാഹിത്യമാണ്. ആ സാഹിത്യത്തിൻ്റെ കഴിവുകളെടുത്ത് സഹസ്രനാമത്തിൽ പ്രയോഗിച്ചത് കൊണ്ട് സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് സാഹിത്യം പഠിക്കാനും നല്ല കഴിവായിരിക്കും. അവൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ പോയാലും, തമിഴ് സാഹിത്യം പഠിക്കാൻ പോയാലും, അറബി സാഹിത്യം പഠിക്കാൻ പോയാലും മിക്കവാറും റാങ്ക് ആയിരിക്കും. കാരണം ഈ സഹസ്രനാമത്തിലെ ആ സാഹിത്യത്തിൻ്റെ ഫ്ലക്ച്വേഷൻ വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. രണ്ടാമതായി, സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് ഗ്രാമർ വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. ഗ്രാമർ കാരണം ലോകത്തിലെ ഭാഷകളിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാമർ സംസ്കൃതത്തിൻ്റെതാണ്. 2700 വർഷത്തിന് മുമ്പ് തക്ഷശില യൂണിവേഴ്സിറ്റിയിലൊരു പ്രൊഫസർ പാണിനി, അദ്ദേഹം അഷ്ടാധ്യായി എന്നൊരു ഗ്രന്ഥം എഴുതി. 8 അധ്യായങ്ങളിലായിട്ട് സംസ്കൃത ഗ്രാമർ എഴുതുകയാണ്. അപ്പോൾ പതഞ്ജലി, യോഗസൂത്രം എഴുതിയ പതഞ്ജലി ഒരു നാഗരാണ്.
പാണിനി ഒരു നാഗരാണ്, കാളിദാസൻ ഒരു നാഗരാണ്. കേരളത്തിലെ നായന്മാരുടെ കസിനാണ് ഈ പതഞ്ജലി, ചാണക്യ, നമ്മുടെ ഈ പതഞ്ജലിയും ഈ അഷ്ടാധ്യായി എഴുതിയ പാണിനിയും കാളിദാസനും നാഗർ സമുദായക്കാരാണ്. കേരളത്തിലെ നായന്മാരുടെ ഡിസ്റ്റന്റ് കസിൻസാണ്. അപ്പോൾ ഈ പാണിനി അഷ്ടാധ്യായി എഴുതി സംസ്കൃത ഗ്രാമർ. അപ്പോൾ 100 വർഷത്തിന് മുമ്പ് യൂറോപ്പിൽ ചോംസ്കി ആൻഡ് ബ്ലൂംഫീൽഡ് 2 മഹാന്മാരുണ്ടായി. അവർ ഗ്രാമറിൻ്റെ അവന്മാരാണെന്ന് പറയാനും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനും തുടങ്ങി. അപ്പോഴാണ് ലണ്ടനിൽ വെച്ച് വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ്. അതിന് പ്രസംഗിക്കാൻ പോയ സംസ്കൃത പണ്ഡിതൻ 1961 പാണിനി അഷ്ടാധ്യായി ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു 3 കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ കൊണ്ടുവന്ന് ചോംസ്കിക്ക് ഒരു കോപ്പി കൊടുത്തു, ബ്ലൂംഫീൽഡിനൊരു കോപ്പി കൊടുത്തു. യുവമാരിരുന്ന് വായിച്ചു. 2 ദിവസം കഴിഞ്ഞ് ചോംസ്കി വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. ചോംസ്കിയുടെ പ്രസംഗം തുടങ്ങുന്നതെന്നറിയോ? പാണിനീസ് അഷ്ടാധ്യായി ഈസ് ദ മോനുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയിൽ മനുഷ്യൻ എത്ര ബുദ്ധി ഉണ്ടോന്ന് അറിയണോ? ഈ പാണിനി അഷ്ടാധ്യായി വായിച്ചാൽ മതി. ഗ്രാമറിൻ്റെ തലത്തൊട്ടപ്പെന്ന് പറയുന്ന ബ്ലൂംഫീൽഡ് ഉണ്ടല്ലോ, അവൻ പ്രസംഗിക്കാൻ വന്നു. അവൻ പറഞ്ഞതെന്നറിയാമോ? വാട്ട് എവർ വി ഇൻവെന്റഡ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുട് നോട്ട്സ് ഇസ് ഗ്രേറ്റ് വർക്ക്. ഈ മഹത്തായ അഷ്ടാധ്യായിയുടെ അടിയിൽ എഴുതാൻ അരക്കുറിപ്പേ ഉള്ളൂ ഞങ്ങളൊക്കെ കണ്ടുപിടിച്ചതെന്ന് ചൊല്ലിട്ടുകാന്മാർ. ഈ പാണിനി അഷ്ടാധ്യായി സഹസ്രാമം ഉണ്ടാക്കാൻ വേണ്ടി പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് ഗ്രാമർ എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് മനസ്സിലാവും. അവൻ ഏത് ഭാഷ പഠിച്ചാലും ആ ഭാഷയുടെ ഗ്രാമർ അവൻ വെള്ളം പോലെ കയ്യിലെടുക്കും. സഹസ്രാമം ചൊല്ലിപ്പടിച്ചാൽ 3-ാമത് സംഭവിക്കും. 3-ാമത് ആ സഹസ്രാമം ചൊല്ലുന്ന ആളിൻ്റെ ഓർമ്മശക്തി ഭയങ്കരമായിരിക്കും. 1000 പേര് ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞ് പഠിക്കുകയാണ് ആ കുട്ടി. നമ്മുടെ കുട്ടി ഒരു ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് പരീക്ഷ പാസ്സാകണം. നീറ്റ് പരീക്ഷയ്ക്ക് പോയാലോ 1 മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. ചോദ്യം വായിക്കാൻ 35 സെക്കൻഡ് പോകും. ആ കോളം കറക്റ്റ് കറപ്പിക്കാൻ 10 സെക്കൻഡ് പോകും. പിന്നെ ചിന്തിക്കാൻ കിട്ടുന്നത് 20 സെക്കൻഡാണ്. ആ 20 സെക്കൻഡിനകം ഉത്തരം ഓർമ്മ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഭൂമിയിൽ ഡോക്ടറാവില്ല. എന്നെപ്പോലെ IAS പരീക്ഷ പാസ്സാവണമെങ്കിലോ പ്രിലിമിനറി പരീക്ഷ കയറും. അപ്പോൾ എന്താണ്? 1 മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. സഹസ്രാമം ചൊല്ലിയൊരു ഓരോ വാക്കും കറക്റ്റ് ഉച്ചരിക്കണം. ത്രയീസാംഗ്യം പരിമിതമിതം പ്രഭിന്ന പ്രസ്ഥാനം ഞങ്ങൾ തുടങ്ങിയാൽ വാക്ക് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഈ കുട്ടിയുടെ ശബ്ദ പേടകമുണ്ടല്ലോ, ആ പേടകത്തിന് നല്ല ഗാംഭീര്യം വരും. കുട്ടി മൈക്കിൽ കൂടെ പ്രസംഗിച്ചാൽ ഗംഭീര പ്രസംഗം. കുട്ടി ഏത് ഭാഷയിൽ ഏത് വാക്ക് പറഞ്ഞാലും കേൾക്കുന്നുണ്ട് മനസ്സിലായി എന്ത് വാക്കാണ് ഈ കുട്ടി പറഞ്ഞതെന്ന്. ആ കുട്ടിക്ക് ശബ്ദ മാധുര്യം വരും. ആ കുട്ടി കർണാടക സംഗീതം പഠിച്ചാൽ ഉഗ്രൻ പാട്ടായിരിക്കും. സാമജ വരഗമന എന്ന് പറഞ്ഞാണ്ടല്ലോ കറക്റ്റ്. ആ കുട്ടി ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചാലോ ഉഗ്രൻ പാടും. ഇനി ഇംഗ്ലീഷ് പാട്ട് പഠിക്കാൻ പോയാലോ ഡോം റെമി ഫസ ലാ തോദ കുട്ടി ഉഗ്രമായിട്ട് അടിച്ച് പാർത്തി പാടും. ശബ്ദപഠനത്തിന് കഴിവാണ്. 5-ാമതായി വലിയ വലിയ ജോലികളിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ട ഒരു ഗുണമുണ്ട്, കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. ഒന്നിനെ മറ്റൊന്നിനോട് ഉണ്ടാവണം. ഒരു രോഗി തലവേദന അവരുടെ രോഗമുണ്ട്, ആദ്യത ഡോക്ടർ ആലോചിക്കും. ഡോക്ടർക്ക് ഒരു മരുന്ന് കുറിക്കണം. ആ മരുന്നിന് ഓരോ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, ഓരോ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ മരുന്ന് കുറിച്ചുണ്ടല്ലോ രോഗി ചത്തുപോകും. അപ്പോൾ എന്നെപ്പോലെ IAS പാസ്സായി ഒരു ജില്ലയിൽ കളക്ടർ SP ആയിട്ട് വരികയാണ്. അപ്പോൾ ഇത് പറ്റും. ഒരു ജില്ലയിൽ 200ഓളം ഗ്രാമമുണ്ട്. ഓരോ ഗ്രാമത്തിൻ്റെ ജനസംഖ്യ എത്ര, അവിടെ ഏത് മതക്കാരാണ് ഭൂരിപക്ഷം, ഏത് ജാതിയാണ് ഭൂരിപക്ഷം, ആ ഗ്രാമത്തിൽ സ്ഥിരം വല്ല പ്രശ്നമുണ്ടോ, ഇതറിയാൻ പറ്റാത്ത കളക്ടർ SP ആവാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ, ഒന്നിനെയും മറ്റൊന്നും താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവ് സഹസ്രാമം ചൊല്ലുന്ന കുട്ടിക്കുണ്ടാവും. കുട്ടി ഭഗവാന്റെ തലയിലോട്ട് നോക്കുകയാണ്. വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ കേശവ
ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടം പോലെ തലമുടി ഉണ്ടായിരുന്നു. കേശവ എന്ന്. കുട്ടി ശിവസഹസ്രനാമമാണ് ചൊല്ലുന്നതെങ്കിൽ കുട്ടി നോക്കും, ഗംഗാധര, പരമശിവൻ തലയിൽ ഗംഗാനദി വഹിക്കുന്നവനാണ്. ചന്ദ്രതാര, തലയിൽ ചന്ദ്രകലയുള്ളവനെ എന്ന് വിളിക്കും. ഇനി കുട്ടി കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിലോ വിഷ്ണു സഹസ്രമാണെങ്കിൽ മുരളീധര, ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ മുരളി കൈവച്ച് വായിക്കും, മുരളീധര. ഗദാചക്രപാണി, ഒരു കയ്യിൽ ഗദയും മറ്റേ കയ്യിൽ ചക്രമുള്ള ഭഗവാനെ എന്ന് വിളിക്കാം. ഇനി ലളിത സഹസ്രമാണ് ചൊല്ലുന്നതെങ്കിലോ വീണ പുസ്തകധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകം പിടിച്ചു കഴിഞ്ഞാൽ ഭഗവതിയെ എന്ന് വിളിക്കാം. ശിവസഹസ്രനാമത്തിൻ്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷ തർജ്ജമ ചെയ്തു. പൊട്ടാക്കി ഫാല വട്ടത്തിരിമിഴി ജടയെ കാറൊളിച്ചാര് കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂതിൻ്റെ ഒടിവാക്കി പരം ചന്ദ്രകണ്ഠൻ മട്ടൊക്കെ തന്നെ മാറി പ്രതികുടസുതനായി കാട്ടിൽ ഉൾപ്പൊക്ക് വൈര്യമിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ പരമശിവനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. 16 കാര്യം കുട്ടിക്ക് തലച്ചോൾ ഓർമ്മ വന്നെങ്കിലേ ഇതെല്ലാം ഉള്ള പരമശിവൻ എങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ചൊല്ലിപ്പിടിക്കുന്ന കുട്ടിക്ക് ഈ കമ്പാരറ്റീവ് ആ കുട്ടി ഡോക്ടറോ ഐസോ എന്തുകൊണ്ടെങ്കിലും പാസ്സാവും. അപ്പോൾ ഈ സഹസ്രനാമത്തിന് ഇങ്ങനെ 4-5 ഗുണം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാണ്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ലളിത സഹസ്രനാമം വരുന്നത്. ഭഗവതിക്ക്, അതായത് പ്രപഞ്ചോൽപത്തി, മാതാവിൽ നിന്നാണ് ജീവൻ്റെ ഉത്ഭവം. നമുക്ക് ഈ ലോകത്തുനിന്ന് മരിക്കാൻ പല മാർഗമുണ്ട്. സ്വച്ഛന്ത മൃത്യുവാവാം, വല്ലവനും തല്ലിക്കൊല്ലാം, അപകടത്തിൽ മരിക്കാം, ആത്മഹത്യ ചെയ്യാം, പല രീതിയിൽ ഭൂമിയിൽ നിന്ന് പോവാം. പക്ഷെ ഭൂമിയിലേക്ക് വരാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അമ്മയുടെ ഗർഭപാത്രം. അല്ലാതെ ഒരു കുന്തതി കൂടെ ഒരുത്തനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ പ്രപഞ്ചം, ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചമുണ്ടായതുപോലെ ഭൂമിയിലെ ജീവൻ ഉണ്ടാകണമെങ്കിൽ അമ്മ വേണം. അതുകൊണ്ട് അമ്മയായ ഭഗവതിക്ക് സഹസ്രം എഴുതി ബ്രഹ്മാണ്ഡ പുരാണം. യജ്ഞാചാരൻ എന്ന് ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു ലളിത സഹസ്രനാമം വായിക്കണം. ബ്രഹ്മാണ്ഡ പുരാണം മുഴുവൻ വായിച്ചാൽ നല്ലതാണ്, പക്ഷെ 12,000 ശ്ലോകം വായിക്കാൻ എല്ലാവർക്കും സമയം കിട്ടത്തില്ല. ലളിത സഹസ്രനാമം വാങ്ങിയിട്ട് ഭഗവതിയുടെ ഒരു 5 പേര് ഒരു ദിവസം എടുക്കണം. എന്നിട്ട് ഡിക്ഷണറി നോക്കണം, അല്ലെങ്കിൽ പുരാണം നിൽക്കൊണ്ട് നോക്കണം, അല്ലെങ്കിൽ ഹിന്ദു എൻസൈക്ലോപ്പീഡിയ നോക്കണം. ഈ വാക്ക് ഭഗവതിയെ വിളിച്ച് എന്തിനാണ് അർത്ഥം അങ്ങോട്ട് പഠിക്കണം. അപ്പോഴാണ് ഭഗവതി ആരാണെന്ന് മനസ്സിലാവുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഭാഗമാണ് ലളിത സഹസ്രനാമം. യജ്ഞാചാര്യ വിശദീകരിക്കുന്ന ദിവസം കൃത്യമായിട്ട് കേട്ടത് പഠിച്ചോണം, എങ്കിലേ ലളിത സഹസ്രനാമത്തിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ.